ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വിചാരിച്ചു കൽപ്പാത്തി രഥോത്സവം കാണാൻ പോകാമെന്ന്. ആക്ച്വലി നമ്മൾ ഈ രഥം വലിക്കുന്നതൊക്കെ പ്രോപ്പറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് സന്ധ്യ കഴിയുന്ന ടൈമിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ആ സമയത്ത് പോയെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം പോയിട്ടുണ്ടായിരുന്ന നല്ല തിരക്കും പൊടിയും, നമുക്ക് ശരിക്കും ഒന്ന് അടുത്തോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. ഭയങ്കര തിരക്കായിരിക്കും. ദൂരെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരേണ്ടി വരും. അപ്പം നമ്മൾ ഏർലി മോർണിംഗ് ഒരു 6:30 ആയപ്പോൾ ബസ് പിടിച്ചു. ഫസ്റ്റ് നമ്മൾ പാലക്കാട് ഇറങ്ങിയിട്ട് അതിന് ശേഷം കൽപ്പാത്തി ബസ് കയറിയിട്ടാണ് അവിടെ എത്തുക. ഒരു 1.5 hour ജേർണി ഉണ്ട്. ബട്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ അത്രയും കഴിഞ്ഞ വട്ടം നമ്മളിപ്പോൾ രാത്രി പോയി കണ്ട അത്രയും തിരക്കില്ല, അതിലും തിരക്ക് നല്ല കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അമ്പലത്തിലും കൂടെയൊക്കെ തൊഴണം എന്ന ഒരു ആഗ്രഹം കൂടെ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ആദ്യമേ നമ്മൾ ലക്ഷ്മി നാരായൺ ടെമ്പിളിൽ പോയി. അവിടെ ഭയങ്കര തിരക്കില്ല എന്ന് വെച്ചാൽ തിരക്കുണ്ട്, നമുക്ക് തൊഴാൻ പറ്റുന്ന തിരക്കേ ഉള്ളൂ. അങ്ങനത്തെ കൈൻഡ് ഓഫ് തിരക്കായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല തിരക്കാണെങ്കിലും നമുക്ക് ആ ഒരു ഭയങ്കര അയ്യോ അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒന്നും തോന്നത്തില്ല. ഒരു പീസ് ആൻഡ് കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പം അവിടെയൊക്കെ തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ ഇവിടെ രഥത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് കാശി വിശ്വനാഥ് ടെമ്പിളിൽ നിന്നാണ് രഥം വരുന്നത്, മഹാദേവൻ്റെ രഥം. അതുപോലെ തന്നെ ലക്ഷ്മിനാരായൺ രഥമുണ്ട്, അതുപോലെ ഗണപതി, സുബ്രഹ്മണ്യം, അങ്ങനെയൊക്കെ രഥങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് കുറച്ചും കൂടെ നേരത്തെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിക്കുന്ന കാണാമായിരുന്നു. ഇനിയിപ്പം വൈകിട്ടേ അതുള്ളൂ. അപ്പോൾ അത് കാണാനാണ് മെയിനായിട്ട് എല്ലാവരും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കൈൻഡ് ഓഫ് അഗ്രഹാരമാണത്. അപ്പം ഒരു ടെമ്പിൾ കഴിഞ്ഞ് നമ്മൾ ഈ അഗ്രഹാരത്തിൻ്റെ വഴി കൂടെ നടന്ന് പോകുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ടെമ്പിൾ കാണാം. അതുപോലെ റിവറുണ്ട്, സൈഡിലൊക്കെ കുറേ കടകളുണ്ട്. അങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഒരു കളർഫുൾ ആൻഡ് ഒരു വിഷ്വൽ ട്രീറ്റാണ് നമുക്ക് നമ്മൾ ഈ കൽപ്പാത്തി എന്ന് പറയുന്നത്. അപ്പം രഥമൊക്കെ കാണാൻ ഭയങ്കര, അവർ ഈ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കടകൾ, ഈ സൈഡിലെ കടകളിൽ അച്ചാറ്, പാത്രം, വള, മാല, പിന്നെ ഈ നമ്മുടെ ഒരു തമിഴ്നാട് സ്റ്റൈലാണ് കൂടുതൽ. കേരളയെക്കാട്ടിലും കുറേ തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പിന്നെ പോയത് കാശി വിശ്വനാഥ് ടെമ്പിളാണ്. അവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമ്മൾ ക്യൂവിൻ്റെ അറ്റം തേടി പോയിട്ട് നമുക്ക് അറ്റം കൂടെ കിട്ടിയിട്ടില്ല, അത്ര നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് തൊഴാൻ പറ്റിയിട്ടില്ല. അവിടെ അത്രയും ക്യൂ നിന്ന് തൊഴേണ്ട കാര്യം, പിന്നെ ക്ലാസ്സിൽ കയറണം, അതുകൊണ്ട് നമ്മൾ അത്ര നിൽക്കാൻ പോയില്ല. പിന്നെ പൂവൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് വേണമെന്ന് തോന്നി. പക്ഷെ ഞാൻ ക്ലാസ്സിൽ പൂവൊക്കെ വെച്ചിട്ട് പോയാൽ നല്ല വൃത്തികേടായിരിക്കും, നല്ല കോമഡി ആയിരിക്കും. അതുകൊണ്ട് പൂവൊന്നും ഞാൻ വാങ്ങിച്ചില്ല, അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ പക്ഷേ ഉള്ളിലോട്ട് നമുക്ക് കയറി തൊഴാൻ പറ്റിയില്ലെങ്കിലും ഫ്രണ്ടിൽ നിന്ന് നല്ലപോലെ തൊഴാൻ പറ്റി. അപ്പം അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുപ്പിവളകൾ, പഴയ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള മാലയൊക്കെ കൊണ്ട് പൈസയൊക്കെ നല്ല കുറവാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ കൽപ്പാത്തി റിവറുണ്ട്, അത് കാണാനും നല്ല രസമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും തിരക്കുള്ളപ്പോൾ വരാണ്ട് കടകളൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. തിരക്കില്ലാത്തപ്പോൾ വന്നാൽ കുറച്ചും കൂടെ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് തൊഴാൻ പറ്റും. ഇവിടെയൊക്കെ മിക്കതും ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ട്സിനൊക്കെ കുറേ വരുന്നതാണ്. പക്ഷേ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോഷൂട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴയ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ കോലമൊക്കെ വരച്ചിട്ടുണ്ട്. എനിക്ക് പണ്ട് തൊട്ട് ഈ കോലം കാണുമ്പോൾ ഒരു ക്രേസാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി. സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല തിരക്കുണ്ടായിരുന്നതിലും ഇറ്റ്സ് ഓക്കെ, നമുക്കൊരു നല്ല സെലിബ്രേഷനായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ഹോട്ടൽ കയറി. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. സേവ ആൻഡ് വട എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച. അതുപോലെ ഫിൽറ്റർ കോഫി അവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ അതും ട്രൈ ചെയ്തു. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് കൊണ്ടുണ്ടാക്കിയ കോഫിയായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറേ അമ്പലത്തിലൊക്കെ ഇതേപോലെ ഫെസ്റ്റീവ് സീസണിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൈലാഞ്ചി അല്ല, പക്ഷേ അൽത്ത പോലത്തെ ഒരു ലിക്വിഡാണ്. അത് അവരുടെ കയ്യിലൊരു അച്ചുണ്ട്, അത് വെച്ച് നമ്മുടെ കയ്യിലിങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി തരും. അപ്പോൾ നല്ല രസമാണ്. കുറച്ച് ദിവസം അത് നിൽക്കും. ഞാൻ സ്കൂളിലൊക്കെ കുട്ടികൾ ഇട്ടിട്ട് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഒരു ദിവസം ട്രൈ ചെയ്യണം. പിന്നെ കാണാനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്, കുങ്കുമം അങ്ങനത്തെയൊക്കെ. അപ്പം ഐ റിയലി എൻജോയ്ഡ് ഗോയിങ് ദെയർ. ആൻഡ് ഇനി തിരക്കില്ലാത്തൊരു ദിവസം പോകണം എന്ന് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ.